നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങുമ്പോൾ നമ്മൾ പോലും ആലോചിച്ചിട്ടില്ല ശരിക്കും ഇത്ര വലിയ സംഗതിയാവും. മീൻസ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ലീവില്ലാത്ത സ്ഥാപനം റീഹാബിലിറ്റേഷൻ സെന്റർ. നമ്മുടെ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ബറാത്തിരാവും മൊയ്തീൻ്റെ ആണ്ടും നബിദിനോ എല്ലാം അവിടെ തന്നെ. ചില ആളുകൾ 4 മണിക്ക് മരണപ്പെട്ടാൽ വീട്ടുകാരോട് പറയും, ഇൻഫോം ചെയ്യും മരണപ്പെട്ടു. അപ്പോൾ അവർ പറയും, ഓ ഇപ്പോഴാണ് മരിച്ചേ, നമുക്ക് പസ്രായിൽ വരുന്ന സമയം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ പറയും, ഇപ്പം ഈ സമയത്ത് മരിച്ചപ്പോൾ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, എവിടെയോ കൊണ്ടെൻ്റെ ഇപ്പം കബറായിൻ്റെ പോലെ നാളെ വന്ന പറയുന്നത്. നമ്മളിപ്പോൾ എന്താ പറയാ, അവരോട് എന്താ പറയാ? നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, മനുഷ്യന്മാരല്ലേ. അങ്ങനെ ഒരു റൂമിൽ 4 പേരാ. അപ്പൊ ഇവിടെ നടുവിലുള്ള മരിച്ചിട്ടുണ്ടാവാം, മയ്യത്ത് അവിടെ കെടുത്തു. അപ്പുറത്തിപ്പുറത്താളും ജീവനോട് എടുക്കണ്ടാവും, ഇയാളെ കൊണ്ടുപോയിട്ടില്ലോ. നമുക്ക് ഉറക്കം വരുമോ? തലക്ക് സുഖമില്ലാത്ത ആൾക്കാരതുകൊണ്ട് അങ്ങനെ ഉറങ്ങണത്. അത് മരിച്ചിട്ട് മയ്യത്ത് വരെ വേണ്ട പറഞ്ഞ കുടുംബക്കാരെ നമ്മളെന്തിപ്പോൾ എന്താ പറയാ അവരെ കുറിച്ചിട്ട്? നമുക്ക് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കെട്ടിയവനെ പിടിച്ച് കുളിപ്പിച്ച് ഒരുക്കിയിട്ട് നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആധാരത്തിൽ സൈൻ ചെയ്യിച്ച് സ്വത്ത് മേടിച്ചിട്ട് പിന്നെ തെരുവിൽ ഇറക്കി വിടുക. ഈ 10-25 കൊല്ലം ഗൾഫിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയ വാപ്പാണ്. ആ വാപ്പാനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. വാപ്പ മരിച്ചെന്ന് പറഞ്ഞപ്പോ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മള് ഒരു പള്ളി തിരഞ്ഞെടുത്ത് അവിടെ മറവ് ചെയ്യുമ്പോൾ അന്ന് ഉപ്പാടെ മയ്യത്തൊന്ന് കഫമ്പോടെ തുറന്ന് ഉപ്പാനൊന്ന് കാണുക, അവസാനമായിട്ട് മയ്യത്ത് സ്കരിക്കുക. ഈ ലോകത്തുനിന്ന് ഖബറിലേക്ക് പോകുമ്പോൾ ഉപ്പാടെ കഫമ്പോടെ തല പിടിക്കുക. ഞാൻ തയ്യാറാകാത്ത മക്കളാ. അതൊന്നും ഒരു മക്കളുള്ളൂ, 2 മക്കൾ, 9 മക്കളുള്ള ആൾക്കാരുണ്ട് ഉപ്പാനെ വേണ്ടാത്തവര്. അപ്പൊ ഇപ്പൊ മിനിയാന്ന് ഒരു താത്ത് വന്നു, ഒരു ഉപ്പയായിട്ട്. അപ്പൊ മോള് PG പഠിക്കുന്നുണ്ട്, മറ്റു മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ ആൾക്ക് താത്ത വിളിക്കുന്നുണ്ട്, വാപ്പാൻ അനാഥാലത്തി കൊണ്ടുവന്നാക്കാൻ, നീ നിനക്ക് നോക്കിക്കൊണ്ട് നിന്നെ എത്ര പഠിപ്പിച്ചില്ലടി. ഓള് വിദഗ്ധമായി ഒഴിവാ, ഞാൻ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാവാ. അത് നമുക്ക് ഇങ്ങനെ ഈ വാപ്പാരെ അവർ ഈ നേരം വിളിക്കണ വൈകുന്നേരം അവിടെ ഇങ്ങനെ ചിലപ്പോൾ ഒരേ ലേമേക്ക് നോക്കിയിരിക്കും. നേരം വിളിട്ട് വൈകുന്നേരം അവിടെ അവരിങ്ങനെ ചിലപ്പോൾ TV വെച്ചിട്ടുണ്ടാവും, പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ അവർക്കത് ശ്രദ്ധയില്ല, അവരുടെ ജീവിതം അങ്ങനെ. പക്ഷെ നമുക്ക് ഉള്ള സന്തോഷം വെച്ചാല് തലക്ക് സുഖമില്ലാത്ത ആൾക്കാർ, തമ്മീസിൽ തക്കലീപ്പില്ലാത്ത ആൾക്കാരല്ലോ. പടച്ചോൻ തിന്മോളെന്ന് എഴുതില്ല, പടച്ചോൻ ചിലപ്പോ അവരെ കൊണ്ടായിരിക്കും നമ്മളെ രക്ഷപ്പെടാം. ഒരു ഹറാമില്ല, ഒരു സ്വർഗത്തിന്റെ ഗ്രീൻ ചാനലിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്.